ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് കേരള ഭൂമിശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള കായലുകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കായലുകൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള കായലുകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം, പി എസ് സിയുടെ ഹോട്ട് ടോപ്പിക്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ പരീക്ഷകളിലും ഒരു ചോദ്യമെങ്കിലും ഉള്ള ഒരു ഭാഗമാണ് കായലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരിട്ട് ക്ലാസ്സിലേക്ക് തന്നെ കടക്കുകയാണ്. ആദ്യമായാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കേരളത്തിലെ കായലുകളുടെ എണ്ണം, കേരളത്തിൽ എത്ര കായലുകളാണുള്ളത്? കേരളത്തിൽ 34 കായലുകളാണുള്ളത്. 34 കായലുകളാണ് കേരളത്തിലുള്ളത്. ഇതിൽ 7 ഉൾനാടൻ ജലാശയങ്ങളും 27 സമുദ്രവുമായി ചേരുന്ന ജലാശയങ്ങളാണ് കേട്ടോ. ഓർക്കണം, 7 ഉൾനാടൻ ജലാശയങ്ങളാണ്. 7 പഠിച്ചാൽ ബാക്കിയുള്ളത് എത്രയാണ്? 27 അറിയാം. ആ 27 സമുദ്രവുമായി ചേരുന്ന ജലാശയങ്ങൾ എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ എന്താ ഈ കായൽ? നമ്മൾ കേരളത്തിൽ മൊത്തത്തിൽ 34 കായലുണ്ടെന്ന് പറഞ്ഞു. എന്താ ഈ കായൽ? ഈ കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായൽ. അതായത് കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായൽ എന്ന് പറയുന്നത്. കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്നത് നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള കേരളമാണ്. കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്നത് നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള കേരളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള കേരളമാണ്. കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. നദികളുടെയും പോഷക നദികളുടെയും നാട് ഏതാണ്? ബംഗ്ലാദേശാണ് കേട്ടോ. ഇന്ത്യയുടെ അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശാണ് നദികളുടെയും പോഷക നദികളുടെയും നാട് എന്നറിയപ്പെടുന്നത്. നദികളുടെയും പോഷക നദികളുടെയും നാട് എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ്. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഫിൻലൻഡിനെ ഓർക്കുമ്പോൾ തന്നെ അവൻ്റെ മുഖത്തൊരു ഹാപ്പിനെസ് വരും അല്ലേ. ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മനുഷ്യരുള്ള രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഫിൻലൻഡ് അല്ലേ. ഫിൻലൻഡ് 1000 തടാകങ്ങളുള്ള നാട് എന്നറിയപ്പെടുന്നത് ഫിൻലൻഡാണ്. 10,000 അല്ലെങ്കിൽ 10,000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് മിന്നസോട്ടയാണ്. 10,000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് മിന്നസോട്ടയാണ്. തടാകങ്ങൾ കടലുമായി ചേരുന്ന പ്രദേശം അഴിമുഖം എന്നറിയപ്പെടുന്നു. ഇനി നമ്മൾ പ്രധാനപ്പെട്ട കായലുകളെ പറ്റി പറയുകയാണ്. ആദ്യം തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ കായലായിട്ടുള്ള വേമ്പനാട്ട് കായലിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നീളം 96 കിലോമീറ്ററാണ്. കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകമാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും നീളം കൂടിയ തടാകമാണ് വേമ്പനാട്ട് കായൽ. ഇതിൻ്റെ നീളം 96 കിലോമീറ്ററാണ്. വേമ്പനാട്ട് കായലിന് മറ്റ് പേരുകളുണ്ട്. ഏതൊക്കെയാണ്? പുന്നമടക്കായൽ, കുട്ടനാട്ടിലെ പുന്നമടക്കായൽ, കൊച്ചി തടാകം എന്ന പേരുകളിൽ അറിയപ്പെടുന്നു. വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് പുന്നമടക്കായൽ, അതുപോലെ തന്നെ കൊച്ചി തടാകം എന്നും അറിയപ്പെടുന്നു. കൊച്ചി തടാകം. കൊച്ചിയിൽ വീരൻപുഴ എന്നും ഇതറിയപ്പെടുന്നു. ഇത് 3 ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്: എറണാകുളം, കോട്ടയം, ആലപ്പുഴ. ഏതൊക്കെയാണ്? എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. പാതിരാമണൽ, പെരുമ്പളം, വൈപ്പിൻ, വെല്ലിംഗ്ടൺ, വല്ലാർപാടം, കടമക്കുടി എന്നിവയാണ് ദ്വീപുകൾ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വേമ്പനാട്ട് കായലിലെ ദ്വീപുകൾ? ഒന്നുകൂടി പറയുകയാണ്. പാതിരാമണൽ, പെരുമ്പളം, വൈപ്പിൻ, വെല്ലിംഗ്ടൺ, വല്ലാർപാടം, കടമക്കുടി എന്നിവയാണ് ദ്വീപുകൾ. കൈതപ്പുഴ തടാകമില്ലേ, ആലപ്പുഴയിലെ കൈതപ്പുഴ തടാകം, അത് ഈ വേമ്പനാട്ട് തടാകത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. അത് ഓർത്തിരിക്കുക. കൈതപ്പുഴ തടാകം, ആലപ്പുഴയിലെ കൈതപ്പുഴ തടാകം ഈ തടാകത്തിൻ്റെ ഭാഗമാണ്. ഈ തടാകത്തിൻ്റെ തീരത്താണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? നമ്മുടെ വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ് കേട്ടോ. വൈക്കം ക്ഷേത്രം ഏത് ജില്ലയാണ്? കോട്ടയം. നമ്മൾ പറഞ്ഞ 3 ജില്ലകളിലായാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്നത്. ഏതൊക്കെയാണ്? എറണാകുളം, കോട്ടയം, ആലപ്പുഴ. അതിൽ വൈക്കം ക്ഷേത്രം കോട്ടയത്താണ് വരിക. ഈ തടാകത്തിൻ്റെ തീരത്താണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.
കേരളത്തിലെ നിരവധി ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കായൽ 2033.02 കിലോമീറ്ററിൽ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. 2033.02 കിലോമീറ്റർ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. മീനച്ചിലാർ, അച്ചൻകോവിലാർ, പമ്പ, മണിമല എന്നീ 4 നദികളിൽ നിന്നാണ് തടാകം ഉത്ഭവിക്കുന്നത്. തടാകത്തിൻ്റെ ഉത്ഭവസ്ഥാനം മീനച്ചിലാർ, അച്ചൻകോവിൽ, പമ്പ, മണിമല എന്നീ 4 നദികളിൽ നിന്നാണ് നമ്മുടെ വേമ്പനാട്ട് കായൽ ഉത്ഭവിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിൽ വേമ്പനാട്ട് കായലിൽ നടക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. വേമ്പനാട്ട് കായലിലാണ് അല്ലേ? വേമ്പനാട്ട് കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. നമ്മുടെ ഈ വേമ്പനാട്ട് കായലിൽ ഇത്തവണ 2026 നടക്കാൻ പോകുന്നത് 72ാമത് വള്ളംകളിയാണ് അല്ലേ? ചിഹ്നം ഏതാണ്? വേഴുവാണ്. 2025 71ാമതായിരുന്നു. അന്നത്തെ ചിഹ്നം എന്തായിരുന്നു? കാത്തുവാണ് അല്ലേ? നെഹ്റു ട്രോഫി വള്ളംകളി വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ് നടക്കുന്നത് അല്ലേ? ആദ്യമായി നടന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1952 അല്ലേ? 2002 റംസർ കൺവെൻഷൻ നിർവഹിച്ചിട്ടുള്ള അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളുടെ പട്ടികയിൽ വേമ്പനാട്ട് കായലിനെ ഉൾപ്പെടുത്തി. 2002 കേട്ടോ റംസാർ കൺവെൻഷൻ നിർവഹിച്ചിട്ടുള്ള അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളുടെ പട്ടികയിൽ വേമ്പനാട്ട് കായലിനെ ഉൾപ്പെടുത്തിയത്. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റാണിത്. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് ഡെൽറ്റ കഴിഞ്ഞാൽ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ കേട്ടോ. ദേശീയ തണ്ണീർത്തട സംരക്ഷണ പരിപാടിയുടെ കീഴിൽ ഇന്ത്യ ഗവൺമെൻറ് വേമ്പനാട്ട് തണ്ണീർത്തടം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ തണ്ണീർത്തട സംരക്ഷണ പരിപാടിയുടെ കീഴിലാണ് ഇന്ത്യ ഗവൺമെൻറ് വേമ്പനാട്ട് തണ്ണീർത്തടം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തടാകത്തിൻ്റെ കിഴക്കൻ തീരത്താണ് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. വേമ്പനാട്ട് കായലിൻ്റെ കിഴക്കൻ തീരത്താണ് കുമരകം പക്ഷി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ, പക്ഷി സങ്കേതം. കുട്ടനാട്ടിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ നിർമ്മിച്ച 1252 മീറ്റർ നീളമുള്ള തണ്ണീർമുക്കം ബണ്ട് ഈ തടാകത്തിൻ്റെ ഏറ്റവും മികച്ച സവിശേഷതകളിലൊന്നാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുട്ടനാട്ടിലെ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ, ഉപ്പുവെള്ളം കയറിക്കഴിഞ്ഞാൽ വലിയ വെള്ളപ്പൊക്കം പ്രളയമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് 1252 മീറ്റർ നീളമുള്ള തണ്ണീർമുക്കം ബണ്ട് ഈ തടാകത്തിൻ്റെ ഏറ്റവും മികച്ച സവിശേഷതകളൊന്നാണ്. വേമ്പനാട്ട് കായലിലാണ് ഇതുള്ളത് അല്ലേ? കുട്ടനാടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായലിൻ്റെ മറ്റു പേരുകൾ നമ്മൾ പറഞ്ഞു. പുന്നമടക്കായൽ, കൊച്ചി തടാകം, കൊച്ചിരതി, വീരൻ പുഴ എന്നറിയപ്പെടുന്നതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ഓരോ തടാകത്തെ പറ്റി പറയുമ്പോൾ മുന്നേ പഠിച്ചിട്ടുള്ള തടാകത്തിനെ പറ്റി കൂടി പറഞ്ഞ് പഠിക്കുക. അടുത്തത് കേരളത്തിലെ അടുത്ത കായലിനെ പറ്റിയാണ്, അടുത്ത തടാകത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അഷ്ടമുടി തടാകമാണ് കേട്ടോ. വേമ്പനാട്ട് കായൽ കഴിഞ്ഞ ഏറ്റവും വലിയ തടാകമായിട്ടുള്ള അഷ്ടമുടി തടാകമാണ്. കേരളത്തിൻ്റെ കായലിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. കേരളത്തിലെ കായലിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടി തടാകമാണ്. നീണ്ടകര അഴിമുഖം വഴി കടലിൽ ചെന്ന് ചേരുന്ന കേരളത്തിലെ 2ാമത്തെ വലിയ തടാകമാണിത്. നമ്മൾ പറഞ്ഞു അഴിമുഖം എന്ന് പറഞ്ഞാലല്ലേ നമ്മുടെ കായലിനെ സമുദ്രവുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഴിമുഖം എന്ന് പറയുക. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യുന്നത് നീണ്ടകര അഴിമുഖമാണ്. കേരളത്തിലെ 2ാമത്തെ വലിയ തടാകമാണ് അഷ്ടമുടി കായൽ. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റാംസാർ തണ്ണീർത്തടമാണിത്. കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ്. 2002 റാംസാർ സൈറ്റായി ഉൾപ്പെടുത്തി. ഈ തടാകത്തിലെ 8 ചെറിയ ദ്വീപുകൾ മൺട്രോ തുരുത്ത് എന്നറിയപ്പെടുന്നു. ഈ തടാകത്തിൽ 8 ചെറിയ ദ്വീപുണ്ട്. അത് മൺട്രോ തുരുത്ത് എന്നറിയപ്പെടുന്നു. 1988 ജൂലൈ 8 പെരുമൺ തീവണ്ടി അപകടമുണ്ടായ തടാകമാണ് കേട്ടോ ഇത്. 1988 ജൂലൈ 8 പെരുമൺ തീവണ്ടി അപകടമുണ്ടായ തടാകമാണ് അഷ്ടമുടി തടാകം. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്ന തടാകം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്ന തടാകം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേരളത്തിൻ്റെ നമ്മൾ പറഞ്ഞായിരുന്നു റിവറിനെ പറ്റി, കേരളത്തിലെ നദികളെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓരോ നദികളുടെ തീരത്ത് നടക്കുന്ന വള്ളംകളികളെ പറ്റി പറഞ്ഞപ്പോൾ പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമുക്കറിയാം പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രതിഭാ പാട്ടീൽ ഉദ്ഘാടനം ചെയ്തത് മുതലാണ് നമ്മുടെ പ്രസിഡന്റ് ട്രോഫി വള്ളംകളി എന്നത് അറിയപ്പെടുന്നത്. അത് അഷ്ടമുടിക്കായലാണ്. കേരളത്തിലെ ആദ്യ സീ പ്ലെയിൻ സർവീസ് അഷ്ടമുടിക്കായലിൽ ആരംഭിച്ചു. അതായത് ഇങ്ങനെ പഠിക്കുക, പ്രസിഡന്റ് വന്നിറങ്ങി
പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടന്നു. പ്രസിഡന്റ് വന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് അഷ്ടമുടി കായൽ ആരംഭിച്ചു. അങ്ങനെ കോഡൊക്കെ ആക്കിയിട്ട് പഠിക്കുക. 8 കൈകൾ അല്ലെങ്കിൽ ചാനലുകൾ ഉള്ളതിനാലാണ് തടാകത്തിന് അഷ്ടമുടി എന്ന് പേര് വന്നത്. അഷ്ടമുടി എന്ന് പേര് വരാൻ കാരണം ഇതാണ് കേട്ടോ. 8 കൈകൾ അല്ലെങ്കിൽ ചാനലുകൾ ഉള്ളതിനാണ് തടാകത്തിന് അഷ്ടമുടി എന്ന് പേരിട്ടത്. പശ്ചിമഘട്ടത്തിലെ കുളത്തുപുഴയിൽ നിന്നാണ് ഉത്ഭവിക്കുന്ന കല്ലട നദിയാണ് തടാകത്തെ പോഷിപ്പിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ കുളത്തുപുഴയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കല്ലട നദിയാണ് തടാകത്തെ പോഷിപ്പിക്കുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ശാസ്താംകോട്ട തടാകത്തിനെ പറ്റിയാണ്. ശാസ്താംകോട്ട തടാകം എല്ലാവരും കേട്ടിട്ടുള്ളത് തന്നെയാണ്. ശാസ്താംകോട്ട തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ തടാകം എന്നാണ് ചോദ്യമെങ്കിൽ വേമ്പനാട് കായൽ എന്നും, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നാണ് ശാസ്താംകോട്ട തടാകം എന്നും പഠിക്കുക. നമ്മൾ അറിയാം ശുദ്ധജലം, ശുദ്ധമായത് ശാസ്താംകോട്ട, ശാസ്താവിനെ ഓർമ്മിക്കുക. അപ്പോൾ അത് കുറച്ചും കൂടി ശുദ്ധമാണല്ലേ, അങ്ങനെയൊക്കെ കോഡാക്കി പഠിക്കുക. ശാസ്താംകോട്ട തടാകം, അതുകൊണ്ട് ശുദ്ധജലം ആ വാക്ക് ഓർക്കുക, എന്നുള്ള വാക്ക് ഓർക്കുക, എന്നുള്ള വേർഡ് ഓർക്കുക, ശുദ്ധജലം. സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. അഷ്ടമുടിയെ പോലെ തന്നെ ശാസ്താംകോട്ട തടാകവും സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. 2002 ശാസ്താംകോട്ട കായൽ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇത് ഞാനിപ്പോൾ പറയാൻ 2002 ഇതും കൂടി പറഞ്ഞിട്ട് പറയാമെന്ന് കരുതി. നമ്മുടെ 2002 3 തടാകങ്ങളാണ് റാംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയത്. ഏതൊക്കെയാണ്? വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട തടാകം കേട്ടോ. ഈ 3 കായലുകൾ ഉൾപ്പെടുത്തി കേട്ടോ. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. ശുദ്ധമായതുകൊണ്ട് നമ്മളെന്താണ് കായലുകളുടെ രാജ്ഞിയായി, അതായത് രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയായി. രാജാവും രാജ്ഞിയൊക്കെ എപ്പോഴും ശുദ്ധമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. കോഡ് വേണ്ടുന്നവർ, ഇതിനൊന്നും സത്യം പറഞ്ഞാൽ അത്ര കോഡിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല, പഠിക്കുക. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് കായൽ ശാസ്താംകോട്ട കായലാണ്. കായലുകളുടെ രാജ്ഞി. കായലിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ആരാണ്? അഷ്ടമുടിയാണ് അല്ലേ? അത് നമ്മൾ പറഞ്ഞു ഇവിടെ അല്ലേ, അഷ്ടമുടിയാണ്. കേരളത്തിൽ കായലിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന അഷ്ടമുടിയാണ്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട തടാകമാണ്. അടുത്തത് പൂക്കോട് തടാകം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. പരീക്ഷയ്ക്ക് PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു തടാകം കൂടിയാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. ചോദിച്ചിട്ടുണ്ട് പൂക്കോട് തടാകം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ട്. വയനാടാണ്. പലരും എറണാകുളവും ഇടുക്കിയിലൊക്കെ പോയി വീഴും. നിങ്ങൾ വീഴരുത്, ഈ ക്ലാസ് കാണുന്ന ആരും വീഴരുത്. വയനാടാണ്. കബനി നദിയുടെ അതായത് നമുക്കറിയാം കബനി നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ വയനാടാണ്. കബനി നദിയുടെ പോഷക നദിയായ പനമരം നദി പൂക്കോട്ട് കായലിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അത് അറിഞ്ഞിരിക്കുക. അതങ്ങ് ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും അറിഞ്ഞിരിക്കുക. കബനി നദിയുടെ പോഷക നദിയായ പനമരം നദി പൂക്കോട്ട് കായലിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ തടാകമാണ് കേട്ടോ. നമുക്കറിയാം നമ്മുടെ വയനാട് ഒരു മലനാടാണ്, ഒരു ഹൈ റേഞ്ചാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. സമുദ്രനിരപ്പിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ തടാകം എന്ന് വെച്ചാൽ പൂക്കോട്ട് തടാകമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ്. കേരളത്തിലെ ഏറ്റവും വലുത് നമ്മൾ പറഞ്ഞു ശാസ്താംകോട്ട, ഏറ്റവും ചെറുത് പൂക്കോട്. അടുത്തത് മാനാഞ്ചിറ തടാകം. പേരിൽ തന്നെയുണ്ട് കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം. മാരാണ് തുടങ്ങുന്നത് അല്ലേ. മാനാഞ്ചിറ എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യനിർമ്മിതം. ആ മാ എന്നുള്ളത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. മനുഷ്യനിർമ്മിതം എന്ന് കേട്ടാൽ, മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം എന്ന് കേട്ടാൽ മായല്ലേ, മനുഷ്യനല്ലേ. അപ്പോൾ മാല് തുടങ്ങുന്ന ഒരു തടാകമാണ്. അതേതാണ്? മാനാഞ്ചിറ തടാകം. അങ്ങനെ പഠിക്കുക കേട്ടോ. മാനാഞ്ചിറ തടാകം കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം മാനാഞ്ചിറ തടാകം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. മാനാഞ്ചിറ തടാകം നിർമ്മിച്ച ഭരണാധികാരിയാണ് മാനവിക്രമൻ സാമൂതിരി. അതും നമ്മൾ മാലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരു മാ ടച്ച് ഉണ്ട്. മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം മാനാഞ്ചിറ തടാകം നിർമ്മിച്ചത് അതും ഒരു മാല് തുടങ്ങുന്ന ആള് മാനവിക്രമൻ സാമൂതിരി. ഇനി നമുക്ക് PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പല കായലുകളുടെയും ആകൃതിയിലുള്ളൊരു ചോദ്യം ഉണ്ടാകും PSCയിൽ. ഇന്ന് ആകൃതിയിൽ കാണുന്ന കായൽ ഏതാണ്, തടാകം ഏതാന്ന് പറഞ്ഞൊക്കെ PSC ചോദിക്കാറുണ്ട്. ഇന്ന് ആകൃതി, അപ്പോൾ അത് നമ്മളൊന്ന് പറയുകയാണ്. കേരളത്തിലെ ഹൃദയാകൃതിയുള്ള തടാകം മേപ്പാടിയാണ് വയനാട്ടിൽ. ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം പൂക്കോട് തടാകമാണ് വയനാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം അല്ലേ പൂക്കോട് തടാകം. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം അതും പൂക്കോട് തടാകമാണല്ലേ. അതാണ് ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം കേട്ടോ, പൂക്കോട് തടാകം.
ഈന്തപ്പന നീരാളിയുടെ ആകൃതിയിലുള്ള തടാകക്കായൽ അഷ്ടമുടിക്കായൽ. എഫ് ആകൃതിയിലുള്ള കായൽ ശാസ്താംകോട്ടക്കായൽ. ഇനി ഒരു കോഡുണ്ട് താഴെ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്കിത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോക്കുക. ഇന്ത്യൻ പൂവും ഹൃദയത്തിൽ തൊട്ട് ഒരു പാട്ട് എഴുതി പനിയോല പോലെ മുടിയുള്ള അഷ്ടമുടിയെ കാണാൻ ഫ്രൂട്ട്സും വാങ്ങി അരുൺ ശാസ്താംകോട്ടയിൽ പോയി. കോഡ് വേണ്ടുന്നവർ ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് പഠിച്ചാൽ നല്ലതായിരിക്കും. വേണ്ടുന്നവരാണ്, ഇതൊന്നും അത്ര കോഡ് വേണ്ട ഒരു കാര്യമല്ല, നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നത് തന്നെയാണ്. എങ്കിലും വേണ്ടുന്നവരാണെങ്കിൽ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിടുക കോഡ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം നമ്മൾ പറഞ്ഞു ശാസ്താംകോട്ട തടാകമാണ്. നമ്മൾ പറഞ്ഞു ശാസ്താംകോട്ട തടാകമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട്, വയനാട്ടിലെ പൂക്കോടാണ് നമ്മൾ പറഞ്ഞു. കേരളത്തിലെ വടക്കേ അറ്റത്തെ കായൽ ഉപ്പളക്കായലാണ്. കാസർഗോഡ് ഉപ്പളക്കായലാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തെ കായൽ ഉപ്പളക്കായൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും തെക്കേ അറ്റത്തെയും കൂടി പഠിക്കണം അല്ലേ? PSC എപ്പോഴും വടക്കും തെക്കും വെച്ചൊരു കളിയുണ്ട് PSCക്ക്. കേരളത്തിലെ തെക്കേ അറ്റത്തെ കായൽ ഏതാണ്? വേളി. തിരുവനന്തപുരത്തെ വേളിക്കായലാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അടുത്തുള്ള ശുദ്ധജല തടാകം. ചോദ്യം മാറി. നമ്മളിപ്പോൾ പറഞ്ഞത് കേരളത്തിലെ തെക്കേ അടുത്തുള്ള കായലാണ് വേളി. എല്ലാ കായലും ശുദ്ധജല തടാകമല്ല. കേരളത്തിലെ ഏറ്റവും തെക്കേ അടുത്തുള്ള ശുദ്ധജല തടാകം ഏതാണ്? വെള്ളായണി തടാകമാണ്. മൂരിയാട് തടാകം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, റെയർ ആണെങ്കിലും പഠിക്കും. മൂരിയാട് തടാകം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. കഠിനംകുളം കായലിനെ വേളിക്കായലുമായി ബന്ധിപ്പിക്കുന്നത് പാർവതി പുത്തനാറാണ്. വളപട്ടണം പുഴയെ കാവായി കായലുമായി ബന്ധിപ്പിക്കുന്നത് സുൽത്താൻ കനാലാണ്. ഇനി നമ്മൾ കേരളത്തിലെ ശുദ്ധജല തടാകം ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ പേര് പറയുകയാണ്. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലെ ശുദ്ധജല തടാകങ്ങൾ ശാസ്താംകോട്ട തടാകം കൊല്ലം ജില്ല, വെള്ളായണി തടാകം തിരുവനന്തപുരം, പൂക്കോട് തടാകം വയനാട് നമ്മൾ പറഞ്ഞാണ്, ഏനാമാക്കൽ തൃശ്ശൂർ, മനക്കൊടി തൃശ്ശൂർ. ഇനി കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾ 7 ഉള്ളത് അല്ലേ? 27 സമുദ്രവുമായി ചേരുന്ന കായലും 7 ഉൾനാടൻ ജലാശയങ്ങളുമാണ്. ഉൾനാടൻ ജലാശയങ്ങൾ ഏതൊക്കെയാണ്? കാവായി കണ്ണൂർ, അങ്കലപ്പുഴ കോഴിക്കോട്, മുരിയാട് തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ തൃശ്ശൂർ, ശാസ്താംകോട്ട കൊല്ലം, വെള്ളായണി തിരുവനന്തപുരം, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഏനാമാക്കൽ തൃശ്ശൂർ. ഇതൊക്കെയാണ് കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾ കേട്ടോ. എന്നാൽ നമ്മൾ പറഞ്ഞു കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ നമ്മൾ അഴിമുഖം എന്ന് പറയും. അത് 2 ഉണ്ട്. അത് നമ്മൾ നോക്കുക. നീണ്ടകര അഴി കൊല്ലത്താണ്. അന്ധകാരാനഴി ആലപ്പുഴയാണ്. കായൽ കടലിനോട് ചേരുന്ന ഭാഗത്ത് താൽക്കാലിക മണൽത്തിട്ടയെ പൊഴി എന്ന് നമ്മൾ പറയും. പൊഴി. കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ താൽക്കാലിക മണൽത്തിട്ടയെ നമ്മൾ പൊഴി എന്ന് പറയും. കാപ്പിൽ പൊഴിയുണ്ട് തിരുവനന്തപുരത്ത്, പൂവാർ പൊഴിയുണ്ട് തിരുവനന്തപുരത്ത്, തോട്ടപ്പള്ളി പൊഴിയുണ്ട് ആലപ്പുഴ. അത് ഓർത്തിരിക്കുക. അതായത് കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ താൽക്കാലിക മണൽത്തിട്ടയാണ് പൊഴി. ഇനി കേരളത്തിലെ പ്രധാന കായലുകളാണ്. അതായത് കേരളത്തിലെ പ്രധാന കായലുകളും അവയുടെ ജില്ലകളും നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ്. ജില്ലകളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ഇത് പഠിച്ചാൽ നമുക്ക് വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിലെ പ്രധാന കായലുകൾ ജില്ല തിരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പലതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടും. ആദ്യം തന്നെ തിരുവനന്തപുരം വെള്ളായണി കായൽ, ആക്കുളം കായൽ, വേളിക്കായൽ. കേരളത്തിലെ ഏറ്റവും തെക്കേടത്തെ കായലാണ് വേളിക്കായൽ. അഞ്ചുതെങ്ങ്. ഇനി കൊല്ലമാണെങ്കിൽ ശാസ്താംകോട്ട കായൽ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അല്ലേ. അഷ്ടമുടി കായൽ കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കായലാണ്. പരവൂർ കായൽ, അത് ശ്രദ്ധിക്കണം. പരവൂർ കായൽ കൊല്ലമാണ്. അത് ഇപ്പോൾ ഞാൻ പറയാൻ കാരണം പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും. കൊല്ലത്താണ് പരവൂർ കായൽ. ആലപ്പുഴയിൽ വേമ്പനാട് കായൽ നമുക്കറിയാം. കായംകുളം കായൽ. കോട്ടയം വേമ്പനാട് കായൽ നമുക്കറിയാം. വേമ്പനാട് കായൽ 3 ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് അല്ലേ. അത് നമുക്കറിയാം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം. അതുകൊണ്ടാണ് 2 ജില്ലകളിലേക്ക് വന്നത്. അടുത്ത എന്താണ്? എറണാകുളത്ത് എന്താണ്? വേമ്പനാട് കായൽ, പറവൂർ കായൽ. കണ്ടോ, ഇവിടെയാണ് എൻ്റെ പോയിന്റ്. അതായത് എറണാകുളത്ത് നമ്മൾ വേമ്പനാട് കായലുണ്ട്, പറവൂർ കായലുണ്ട്. നമ്മൾ നേരത്തെ പരവൂർ കായൽ പറഞ്ഞു, അതെവിടെയാണ്? കൊല്ലമാണ്. രായും റായും തമ്മിൽ 2 ജില്ലയിലാണുള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പറവൂർ ആണെങ്കിൽ എറണാകുളം. പറവൂറിൽ നിന്നുള്ള ഒരു
നിയമസഭാ സാമാജികൻ, നിയമസഭയിലേക്ക് വന്ന വ്യക്തിയാണ് നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പരവൂർ നിയമസഭ അല്ലെ, പറവൂർ, അതാണ് എറണാകുളം. പറവൂർ അത് പഠിച്ചാൽ തന്നെ നമുക്ക് കിട്ടും, എറണാകുളം. മറ്റേത് നമ്മുടെ കൊല്ലത്ത് പറഞ്ഞത് പരവൂറാണ്, പരവൂർ. ഇനി മലപ്പുറം BM കായൽ, അതും നമുക്ക് കിട്ടും. മലപ്പുറം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ളത് മലപ്പുറത്താണ്. അപ്പോൾ അവരെ പാത്തു അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പേരുകളുള്ളത്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്ത് BM കായലിന് പഠിക്കുക. കോഡിന് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പറയരുത്. തൃശ്ശൂർ ഏനമാക്കൽ, മുരിയാട്, കൊടുങ്ങല്ലൂർ, ചേറ്റുവ, നമ്മളിതിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് മാനാഞ്ചിറ, മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം മാനാഞ്ചിറ അല്ലെ, മാനാഞ്ചിറ. മാനവിക്രമൻ സാമൂതിരി അല്ലെ, മാനവിക്രമൻ സാമൂതിരി. വയനാട് പൂക്കോട് തടാകം, ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം പൂക്കോട് തടാകം കേട്ടോ, വയനാടാണ്. കാസർഗോഡ് ഉപ്പളക്കായൽ, കേരളത്തിലെ വടക്കേ അറ്റത്തെ കായൽ കാസർഗോഡ് ഉപ്പളക്കായൽ. കണ്ണൂർ കാവായിക്കായൽ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കായലുകളുമായി ബന്ധപ്പെട്ട PSCയിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകളൊക്കെ. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കായലുകൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓരോ ജില്ലകളിലും വരുന്ന കായലുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ട്. PSCക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക്, PSC പഠിക്കുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് അവരോട് സബ്സ്ക്രൈബൊക്കെ ചെയ്യാനെന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. എല്ലാവർക്കും നന്ദി.